സർ ഇത്രയൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ, യൂത്തിന് വേണ്ടിയിട്ടുള്ള എന്ത് മേജർ ഡെവലപ്മെൻറ്റ്സ് പ്രോഗ്രാംസ് ആണ് ഈ മൂന്ന് മുന്നണികളും നമുക്ക് വേണ്ടിയിട്ട് തുടങ്ങി വെച്ചിട്ടുള്ളത്? നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ 3 പ്രോബ്ലംസ്, യൂത്തിൻ്റെ പ്രോബ്ലംസ് നമ്മൾ പറയാം. ഇപ്പോൾ വിദേശത്തേക്ക് പോകുന്ന കാര്യങ്ങൾ, ഇപ്പോൾ അവിവാഹിതരായിട്ടുള്ള യുവജനങ്ങൾ. പിന്നെ മേജറായിട്ടുള്ള ഇഷ്യൂസ് എന്ന് പറയുന്നത് പെൺകുട്ടികൾ ഈ നാട്ടിൽ ഇല്ലാത്ത ഒരവസ്ഥയാണ്. കാരണം യൂണിവേഴ്സിറ്റീസ് ഇല്ല, മേജറായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇല്ല, സ്കൂൾസ് ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് നേടാനായിട്ട് ഇവർ അബ്രോഡ് സ്റ്റഡീസിന് വേണ്ടിയിട്ട് പോകുന്നു. അതുമൂലം എന്ത് ചെയ്യാണ്, നമ്മുടെ റിസോഴ്സസ് എല്ലാതും മറ്റ് രാജ്യങ്ങളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. എന്ത് കാര്യങ്ങളാണ് ഈ 3 മുന്നണികളും യൂത്തിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളതെന്നാണ് സാറിന്? തീർച്ചയായിട്ടും ആ വിഷയത്തെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ഡിബേറ്റിനുള്ള വിഷയമുണ്ടത്. കാരണം കഴിഞ്ഞ 10 വർഷത്തെ LDF സർക്കാരിൻ്റെ കാലഘട്ടത്തിലെ ഭരണം നോക്കുമ്പോഴേ അവർ യുവജനങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി എന്ത് ചെയ്തെന്നാണ് തോന്നുന്നത്? ഈ ഇലക്ഷൻ്റെ തലേമാസം കൊണ്ടുവന്നിട്ട്, തലേ ആഴ്ച കൊണ്ടുവന്നിട്ട് PSC പ്രായപരിധി കൂട്ടി എന്നുള്ളതല്ലാതെ ഈ പറയുന്ന നമ്മുടെ ബ്രെയിൻ, നമ്മുടെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയാണ്. ആ പ്രോപ്പർട്ടി നാട്ടിൽ നിർത്താൻ വേണ്ടി ഒരു സംവിധാനം ചെയ്തിട്ടില്ല. ഇപ്പം ഇതം പറഞ്ഞു തുടങ്ങിയില്ലേ, ആൺകുട്ടികൾ കല്യാണം കഴിക്കുന്നില്ല. കല്യാണം കഴിക്കാത്തതിന് കാരണം പെൺകുട്ടികൾ ഈ നാട്ടിലില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർ പോകുന്നത് നല്ല യൂണിവേഴ്സിറ്റികൾ തേടിയാണ്. അപ്പം ലോകോത്തര നിലവാരത്തിലുള്ള ഒരു യൂണിവേഴ്സിറ്റി സമരവും കല്ലേറും ഇല്ലാതെ കൃത്യമായി പരീക്ഷകൾ നടത്തി കൃത്യമായ തീയതികൾക്കുള്ളിൽ അല്ലെ കാലഘട്ടത്തിനുള്ളിൽ റിസൾട്ടുകൾ നൽകിക്കൊണ്ട് ഈ പിള്ളേരുടെ ഭാവിയെ സുരക്ഷിതമാക്കുന്ന യൂണിവേഴ്സിറ്റികൾ നമ്മുടെ നാട്ടിലില്ല. ഇപ്പം അക്കാദമിക് ഇയർ നമ്മുടെ നാട്ടിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും ഒരേ കാലഘട്ടത്തിൽ തുടങ്ങുമെങ്കിലും അവരുടെ സെമസ്റ്റർ എക്സാം തുടങ്ങുന്നത് ചിലപ്പോൾ 6 മാസം വ്യത്യാസമൊക്കെയാണ് ഓരോ യൂണിവേഴ്സിറ്റികൾ തമ്മിൽ. ഒരു കുട്ടിയെ സംബന്ധിച്ചിട്ട് ഒരു 5 ഇയർ കോഴ്സ് പഠിച്ചിറങ്ങുമ്പോൾ 1-2 വർഷം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ വിദേശത്ത് പോകുന്ന കുട്ടികളെ സംബന്ധിച്ചിട്ട് അതില്ല. അപ്പോൾ ആ സംവിധാനം. 2, ഈ പഠിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഇവിടെ എന്ത് തൊഴിലാണ് കിട്ടുക? എന്ത് ഇൻഡസ്ട്രി ഉണ്ട്? നാട്ടിലുണ്ടോ? നാട്ടിലില്ല. അതിന് വേണ്ടിയിട്ടുള്ള എന്ത് പ്രോഗ്രാംസും നമ്മുടെ ഗവൺമെന്റ് ഈ യൂത്തിന് വേണ്ടിയിട്ട് നടത്തപ്പെടുന്നില്ല. കഴിഞ്ഞ 10 വർഷത്തെ LDF സർക്കാരിന്റെ ഭരണത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ യുവജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു മേഖലയിൽ 100% പരാജയം എന്ന് പറയാൻ പറ്റും. 100%. കാരണം ഒരു വ്യവസായശാല ഈ യുവജനങ്ങളെ നാട്ടിൽ പിടിച്ചു നിർത്താൻ പറ്റുന്ന സംരംഭങ്ങൾ എന്ത് തുടങ്ങി? ഇനി വേണ്ട, ഈ പോയി അന്യനാട്ടിൽ നമുക്കറിയാം, ഇന്നും പിള്ളേരൊക്കെ അവിടെ പോയിട്ട് ജീവിക്കാൻ നിവൃത്തിയില്ലാതെ പാത്രം കഴുകിയും ഹോട്ടലിൽ വർക്ക് ചെയ്തും മേശ തുടച്ചും ജീവിക്കുന്ന പിള്ളേരുണ്ട്. ഇവിടുന്ന് BTech MTech ഒക്കെ കഴിഞ്ഞിട്ട് പോകുന്നവർ. അവരെ നാട്ടിലേക്ക് ആകർഷിച്ച് ഈ നാട്ടിലേക്ക് നിങ്ങൾ വാഴ മക്കളെ, ഇവിടെ നിങ്ങൾക്ക് സംവിധാനങ്ങളുണ്ട് എന്ന് പറയാൻ പറ്റുന്ന ഒരു സംവിധാനം പോലും തുടങ്ങാൻ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് സർക്കാരിന് പറ്റിയിട്ടില്ല എന്നുള്ളത് യുവജന ക്ഷേമവുമായിട്ട് ബന്ധപ്പെട്ട് പറ്റിയിട്ടില്ല എന്നുള്ളതാണ് കാര്യം. അല്ല, അത് പറയാൻ കഴിഞ്ഞ 10 വർഷം ഭരിച്ചതാരാ? ഇപ്പോൾ ഈ വരുന്ന ഇലക്ഷന്റെ ഏത് മാനിഫെസ്റ്റോയിലാണ് യൂത്തിന് വേണ്ടിയിട്ടുള്ള ഡെവലപ്മെന്റ്സിന്റെ കാര്യം പറയുന്നത്? അതാണ് ചർച്ച ചെയ്യേണ്ടത്. അത് ചർച്ച ചെയ്യാം. കാരണം ഈ 3 മുന്നണികളുടെ മാനിഫെസ്റ്റോയ്ക്കകത്തും ഇത് ചർച്ച ചെയ്യപ്പെടില്ല. കാരണം ആർക്കും വേണ്ടാത്ത ഒരു വിഭാഗമാണ് യുവജനങ്ങൾ. രാഷ്ട്രീയം എന്ന് പറയുന്നത് വികസനത്തിന് വേണ്ടിയിട്ടുള്ള ചർച്ചയാണ്. പക്ഷേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇറ്റ്സ് ബേസ്ഡ് ഓൺ വർഗീയത. അല്ല, ഈ യുവജനങ്ങളെ നാട് വിടാൻ പ്രധാനപ്പെട്ട കാരണങ്ങളൊന്നും എന്താണ്? ഈ വർഗീയതയാണ്. ഈ നാട്ടിൽ കലാപം ഉണ്ടാവും, ഇവിടെ എന്നും ഈ അസ്വസ്ഥതകൾ, ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ, സമാധാനത്തോടെ ജോലി ചെയ്യാൻ പറ്റില്ല. ഒരു തൊഴിലെടുത്ത് ചെന്നാൽ പോലും അവിടെ വർഗീയതയല്ലേ? നീ മുസ്ലിമാണോ, നീ ക്രിസ്ത്യാനിയാണോ, നീ ഹിന്ദു ആണോ? ഇതിലും അടുത്തുകൊണ്ടും കൂടിയാണ് യുവജനങ്ങൾ ഈ നാട് വിട്ട് പോകണം. ഇതിനെ അഡ്രസ്സ് ചെയ്യാൻ തീർച്ചയായിട്ടും സർക്കാരിന് കഴിഞ്ഞ 10 വർഷം സാധിച്ചിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ്. അതുപോലെ സാറ് നേരത്തെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, പെൺകുട്ടികൾക്ക് 1000 രൂപ വെച്ച് നൽകുന്നു, അല്ലെങ്കിൽ സിസ്റ്റേഴ്സിന് പെൻഷൻ നൽകുന്നു എന്ന് പറയുന്നത്. ഇതെല്ലാം ഗവൺമെൻറ് തരുന്ന ഒരു ഔദാര്യമല്ല, നമുക്ക് തരേണ്ട ഒരു അവകാശമാണ്. നമ്മുടെ കയ്യിൽ നിന്ന് ടാക്സ് മേടിക്കുന്നു, നമ്മുടെ കയ്യിൽ നിന്ന് എല്ലാ കാര്യങ്ങളും മേടിച്ചിട്ട് ഇത് ഗവൺമെൻറ് ഇലക്ഷന് തൊട്ട് മുമ്പ് കണ്ണിൽ പൊടി ഇടാൻ വേണ്ടി നമുക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന അതൊരു നല്ല പ്രവണതയായിട്ട് കാണുന്നില്ല. അല്ല, ഇവിടെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ പറഞ്ഞതുപോലെ നമ്മൾ സർക്കാരിൻ്റെ ചില തന്ത്രങ്ങൾ അത് വോട്ടേഴ്സ് തിരിച്ചറിയാം. അല്ലെങ്കിൽ ഞാനത് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല, ഇത്തരത്തിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 1000 രൂപ 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് കഴിഞ്ഞ ജനുവരി മുതൽ 1000 രൂപ അവർ അക്കൗണ്ടിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കലി സ്ത്രീകൾ എന്താ ചിന്തിക്കുക? സർക്കാർ കഴിഞ്ഞ 5 വർഷം സർക്കാർ ഭരിക്കുന്നു. ഈ 5 വർഷത്തിൽ 4 മാസമാണ് 1000 രൂപ വെച്ച് കിട്ടി തുടങ്ങിയിട്ടുള്ളത്. ഇത് ചിന്തിക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യത്തിലൂടെ കിറ്റ് കഴിഞ്ഞ 5 വർഷം മുമ്പ് ഇലക്ഷൻ മുമ്പ് കിറ്റ് കണ്ടിന്യൂ ചെയ്തു. ഇലക്ഷൻ ഭരിച്ച് പുതിയ 2ാം പിണറായി സർക്കാർ അധികാരത്തിലേറ്റതിനു ശേഷം എവിടെയാണ് കിറ്റ് കിട്ടിയത്?
പിന്നീട് ഒരു 4 വർഷത്തോളം കിറ്റ് കിട്ടിയിട്ടുണ്ടോ? ആർക്കാണ് കിറ്റ്? ആർക്കും കിട്ടിയിട്ടില്ല. ഒരു പക്ഷേ അതിനുശേഷം പിന്നീട് ഇപ്പോൾ ചിന്തിക്കേണ്ട കാര്യം, അത്തരത്തിലൊരു പ്രവൃത്തി ചെയ്ത സർക്കാർ ഈ 4 വർഷം കാത്തിരുന്നു. എന്തേ രണ്ടാം പിണറായി സർക്കാർ വന്ന സമയം മുതൽ ഇത്തരത്തിൽ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് എന്തുകൊണ്ട് മുൻതൂക്കം കൊടുത്തില്ല? ആശാവർക്കർമാരുടെ സമരം അവിടെ കിടക്കുമല്ലേ? ആശാവർക്കർമാരുടെ സമരം തീർച്ചയായിട്ടും അവര് ഇപ്പോൾ UDF അനുകൂലമായിട്ട് പ്രചരണം നടത്തുന്നുള്ള വാർത്തകൾ വരുന്നു. അപ്പോൾ എന്തുകൊണ്ട് ഈ ക്ഷേമ പെൻഷൻ കഴിഞ്ഞ 4 വർഷം നടത്തിയില്ല? കഴിഞ്ഞ 4 വർഷം എല്ലാ കാര്യങ്ങൾക്കും ദാക്ഷ്യത്തോടെ പെരുമാറിയതിനു ശേഷം അവസാന വർഷങ്ങളിൽ മാത്രം കുറച്ച് അല്ലെങ്കിൽ ജനോപകാരമായ തീർച്ചയായിട്ടും ഇപ്പോൾ ഈ കിട്ടുന്ന 1000 രൂപ അടുത്ത ഇപ്പോൾ ഈ ഒരു 1000 കണ്ട് കേരളത്തിലെ സ്ത്രീകൾ എല്ലാവരും LDF വോട്ട് ചെയ്തെന്ന് വിചാരിക്കും. വോട്ട് ചെയ്ത് 3ാം പിണറായി സർക്കാർ വന്നാൽ അടുത്ത മാസം മുതൽ ഈ 1000 രൂപ ക്ഷേമ പെൻഷൻ ബാങ്കിൽ വീഴും എന്നെന്താ ഉറപ്പ്? കഴിഞ്ഞ ജനുവരി മുതൽ ജനുവരി, ഫെബ്രുവരി, മാർച്ച് 3 മാസം ഒരു മുടക്കവും ഇല്ലാതെ വീഴുന്നുണ്ട്. അതുകൊണ്ട് എടുത്തു കളയാലോ, തീർച്ചയായിട്ടും എടുത്തു മാറ്റാലോ. എങ്ങനെ ഇത്തരത്തിൽ സർക്കാരിനെ എങ്ങനെ, അതായത് കഴിഞ്ഞ 4 വർഷം ചെയ്യാത്ത ഒരു കാര്യം അവസാന വർഷം അല്ലെങ്കിൽ അവസാന മാസങ്ങളിൽ ചെയ്യുമ്പോൾ അവിടെയാണ് സർക്കാരിന്റെ ഒരു എന്നിട്ട് പറയാനെ ആ ഒരു ക്രൂക്കഡ്നെസ്സും ഉണ്ട്. അതിലുപരി ഇതൊരു സൈക്കോളജിക്കലായിട്ടുള്ള ഒരു സംഭവമാണ്. ഈ നമ്മുടെ ജനം എപ്പോഴും ഈ സൗജന്യങ്ങൾ സ്വീകരിക്കുന്ന കാര്യത്തിൽ ഭയങ്കര തൽപരരാണ്, പ്രത്യേകിച്ച് മലയാളികൾ. അപ്പോൾ അതിന് പുറകിലുള്ള പിന്നാമ്പുറ എന്താണ്? ഇപ്പം 1ാം മോഡി സർക്കാരിൻ്റെ കാലത്ത് ഓർക്കുന്നില്ലേ, 15 ലക്ഷം രൂപ എല്ലാവരുടെ അക്കൗണ്ടിലേക്ക് വരും. എല്ലാവരും 15 ലക്ഷം രൂപ അങ്ങോട്ട് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലിരുന്നു. പെട്രോൾ 50 രൂപ. പെട്രോൾ നമ്മൾ കമ്പ അടിക്കുന്നുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം ഒരു നേതാവ് പറയുന്ന കേട്ടോ, ഞാൻ ഇന്നും 50 അടിക്കുന്നതെന്ന്. പക്ഷേ 1 ലിറ്റർ ഉള്ളൂ എന്ന് മാത്രം. അപ്പോൾ ഇന്ന് പറഞ്ഞ പോലെ ജനങ്ങൾ ഈ സൗജന്യത്തിന് വേണ്ടി നടക്കുക. പക്ഷെ ഞാൻ വീണ്ടും ആ ഒരു വാക്ക് ഉപയോഗിക്കുകയാണ്. അതായത് ഒരു ക്ഷേമ രാഷ്ട്രം, ജനങ്ങളുടെ റിയൽ ആയിട്ടുള്ള ക്ഷേമം ആഗ്രഹിക്കുന്ന ഒരു ഗവൺമെൻറ് ആണെങ്കിൽ ഗവൺമെൻറ് ചെയ്യേണ്ടത് എന്താണ്? ഒരു ഭിക്ഷയായിട്ട് 1000-ഓ 2000-ഓ കൊടുത്ത് എന്നും ഈ സമൂഹത്തെ കൈനീട്ട് ജീവിക്കാനുള്ള ഒരു അവസ്ഥയിലാക്കുകയല്ല. അതൊരു വികസിത രാജ്യത്തിൻ്റെ ലക്ഷണമല്ല. ഒരു വികസിത രാജ്യത്തിൻ്റെ ലക്ഷണമെന്ന് പറയപ്പെടുന്നത് 90 വയസ്സേ ആയ ആളും രാജ്യത്തിൻ്റെ നികുതി വിഹിതത്തിലേക്ക് സംഭാവന കൊടുക്കാൻ പറ്റുന്ന വ്യക്തിത്വങ്ങളായിട്ട് ജീവിക്കാൻ ഉതകുന്ന സംരംഭങ്ങൾ നൽകുക എന്നുള്ളതാണ്. ഇപ്പോൾ ചൈന പോലെയുള്ള രാജ്യങ്ങൾ, അത് കമ്മ്യൂണിസ്റ്റ് രാജ്യമാണല്ലോ, അവിടെ പോലും നമ്മുടെ ഈ നാട്ടിൽ നിന്നൊക്കെ പലരും പോയിട്ട് വന്നിട്ട് പറയുന്നത് കേൾക്കാം, 90 കഴിഞ്ഞവർ 70 കഴിഞ്ഞവരൊക്കെ അവരെല്ലാം ചെറിയ ചെറിയ ഡൊമസ്റ്റിക് ഹോം ഇൻഡസ്ട്രീസ് നടത്തുകയാണ്. എന്താണ്? ഒരു കുക്കറിൻ്റെ മുകളിലെ വാൽവ്, അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ക്രിസ്ത്യൻ കാഴ്ചപ്പാടി പറഞ്ഞ പീലാസ അടുത്ത കമ്പനി, ഈ വെള്ളം വെക്കുന്ന ബോട്ടിൽ വേറൊരു കമ്പനി, അങ്ങനെ ഒരു ജഗ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓരോന്നിനും ഒരു ഇല, ഒരു ഫ്ലവർ ബേസിലെ ഫ്ലവറിൻ്റെ ഒരു ഇല ഒരു വീട്ടിൽ നിന്നുണ്ടാക്കുന്നു, അടുത്ത പൂ വേറൊരു വീട്ടിലുണ്ടാക്കുന്നു. ഇങ്ങനെ എല്ലാ വീടുകളും ഇൻഡസ്ട്രിയാണ്, ഒരു ഇൻഡസ്ട്രിയൽ സിറ്റിയാണ് എന്ന രീതിയിലാണ് എല്ലാ കുടുംബങ്ങളും ഇങ്ങനെ നടക്കുകയാണ്. സ്വയം തൊഴിൽ സംവിധാനങ്ങൾ നടക്കുക. ഇവിടെ നേരെ തിരിച്ചു നോക്കിയേ, ഇവിടെ ഇപ്പം 35 വയസ്സാളെയും വീട്ടിൽ വെറുതെ ഇരുത്തിയിട്ട് 1000-ൻ്റെ ഓഫർ കൊടുത്ത് വീഴിക്കുക എന്ന് പറഞ്ഞാൽ ഈ ജനങ്ങളുടെ ഏറ്റവും ഉപയോഗിക്കേണ്ട മാൻ പവറിനെ ഡെഡ് ആക്കിക്കൊണ്ട് ഒരു സമൂഹത്തെ മുഴുവൻ അടിമത്തത്തിലേക്ക് നയിക്കുന്ന ഒരു ടെൻഡൻസി അത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സർക്കാരുകൾക്കുണ്ട്. അതിൽ നിന്നാണ് സർക്കാരുകൾ പുറത്തു വരണം. തീർച്ചയായിട്ടും ഒരു മാസം ഒരു 10,000 ഉണ്ടാക്കേണ്ട ചിലപ്പോൾ ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഈ പറഞ്ഞ 35 വയസ്സ് തൊട്ട് ഒരു വീട്ടമ്മയെ 1000 രൂപയിൽ തളച്ചിടാൻ എന്ന രീതിയിലേക്ക് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതിന് വലിയൊരു കാര്യമായിട്ട് ഇപ്പോ കൊണ്ടുവരുന്നതാണ്. ഇപ്പൊ മണിയാശൻ പറഞ്ഞ പോലെ പെൻഷൻ വാങ്ങിയിരുന്നിട്ട് അത്തരത്തിലൊരു ചിന്തയിലേക്ക് മാറുകയാണ് എന്ന് വേണം നമുക്ക് ചിന്തിക്കാനായിട്ട്. അതോടൊപ്പം തന്നെ ഞാനൊരു കാര്യം, ഇപ്പൊ നമുക്ക് മറ്റൊരു വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ അതിനകത്ത് എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഈ ജനങ്ങളെ സംബന്ധിച്ചുള്ള ചിന്ത എന്താണെന്നറിയോ? ഇതൊക്കെ ഇവർ കയ്യിൽ നിന്ന് എടുത്ത് തരുന്നതാണ്. ഈ പാവപ്പെട്ട നമ്മൾ ലൂട്ട് ചെയ്ത് കൊള്ളയടിച്ച് മേടിക്കുന്ന പൈസയാണ് ഈ പറയുന്ന സാധനമായിട്ട് തരുന്നതെന്നുള്ള ചിന്തയും ജനങ്ങളുടെ കയ്യിലില്ല. അത് ഏത് ഗവൺമെന്റ് ആണെങ്കിലും കേട്ടോ, ഏത് സർക്കാരാണെങ്കിലും കൊള്ളയടിക്കല്ലേ. ചില നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റ്സിന്റെ ഒക്കെ മുകളിൽ അടിയിൽ കാണാൻ പറ്റും ചില MLA ഫണ്ട്, വികസന ഫണ്ട് നേതൃത്വത്തിൽ ചെയ്തു വെച്ചത്, അല്ലെങ്കിൽ നമ്മൾ റോഡിന്റെ ഇതിൽ നമുക്ക് കാണാൻ പറ്റും. ഈ മന്ത്രിയുടെ ഇതെല്ലാം അവരുടെ പോക്കറ്റിൽ നിന്ന് എടുത്ത് അവരുടെ ഇതിനെടുത്ത് നിന്ന് ചെയ്യുന്ന കാര്യമല്ല. ജനങ്ങള് ഓരോ ദിവസം കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് അവരുടെ വരുമാനം കൊണ്ട് ഗവൺമെന്റിന് ടാക്സ് അടച്ച് കിട്ടുന്ന പൈസ കൊണ്ട് ഗവൺമെന്റ് ചെയ്യുന്ന കാര്യമാണ്. ആർക്ക് വേണ്ടിയിട്ട്? അതിന് ഈ പറയുന്ന ഔദാര്യങ്ങൾ ഇങ്ങനെ വെച്ച് നീട്ടുമ്പോൾ ഇത് പറഞ്ഞ് കൗണ്ടർ ചെയ്യാനുള്ള ഒരു പ്രതിപക്ഷവും അല്ലെങ്കിൽ ഒരു സമൂഹം നമ്മുടെ നാട്ടിൽ ഇല്ല എന്നുള്ളതാ പരാജയം. എന്തുകൊണ്ട് മീഡിയ
പ്രത്യേകിച്ച് മുൻനിര വാർത്താ മാധ്യമങ്ങളൊന്നും തന്നെ ഇത്തരത്തിൽ പല വിഷയങ്ങളിലേക്കും അവർ പോകുന്നില്ല. പലപ്പോഴും അവർ ഒരുപക്ഷെ അത് അവരുടെ ഇതായിരിക്കും, പരസ്യവരുമാനം ഭയങ്കരമല്ലേ. ഒപ്പം ഈ പറഞ്ഞ പോലെ വികസനത്തിലേക്ക്, സാർ ആദ്യം പറഞ്ഞതിലേക്ക് തന്നെ വരികയാണ്, വികസനത്തിലേക്ക് ചർച്ചകളൊന്നും പോവാതെ ഇതുമാതിരിയുള്ള ഇഷ്യൂസ്, ഓരോ നേതാക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ, ഇത് കൊണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ കേരളത്തിലെ കുറച്ച് ആൾക്കാർക്ക് ഈ പരദൂഷണം കേൾക്കാൻ അങ്ങനെ ആഗ്രഹം ഉണ്ടാവും. പക്ഷേ നമ്മൾ അത്തരത്തിൽ പരദൂഷണങ്ങൾ തന്നെ നമ്മുടെ വീടുകളിലേക്ക് വാർത്തകളായി നൽകി ജനങ്ങളെ അതിൽ പിടിച്ചിരുത്താണ്. ഒരു നേതാവ് അത് പറഞ്ഞു, ഒരു നേതാവ് ഇങ്ങനെ പറഞ്ഞു, അത്തരത്തിൽ പോകുന്നൊരു കാഴ്ചയാണ്. ഒപ്പം ഈ പറഞ്ഞ പോലെ, നേരത്തെ പറഞ്ഞ പോലെ ഈ ജനങ്ങൾ കൊടുക്കണ്ടേ. ഇപ്പം നമ്മളിപ്പോൾ കേരളത്തിൽ വരാണെങ്കിൽ നമുക്ക് 5 രൂപ, ഇപ്പോൾ തമിഴ്നാട് വെച്ച് നോക്കട്ടെ, കർണാടക വെച്ചോ, 5 രൂപയോളം നമ്മൾ പെട്രോളിന് കൊടുക്കുന്നുണ്ട്. പലപ്പോഴും സർക്കാരിലേക്കുള്ള സെസ്സും പല മേഖലയിലും, ഒരു പക്ഷേ ഈ പ്രളയം മുതൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മറ്റ് സെസ്സും മറ്റുമായിട്ട് ഒരേ രൂപ വെച്ച് വർദ്ധിച്ചതിന് ടാക്സ് കൊടുക്കുന്നേ. ഇപ്പോൾ കോയമ്പത്തൂർ പോയാൽ നമുക്ക് 5 രൂപ കുറവിനാണ് ഡീസൽ പെട്രോളും 10 രൂപ വ്യത്യാസം. അപ്പൊ ഇത്രയും എമൗണ്ട് ഈ കേരള സർക്കാരിന് കൊടുക്കുന്നു. ആ സർക്കാർ ആ കിട്ടുന്ന എമൗണ്ട് ആലോചിച്ച് നോക്കി, പാവപ്പെട്ടവനും കഞ്ഞി കുടിക്കുന്നവനും പോലും ഒന്ന് വണ്ടി കൊണ്ട് പുറത്തു പോകണമെങ്കിൽ അവൻ പെട്രോൾ അടിക്കണം, അവന് ഒരു കുറവുമില്ല, 100 രൂപ കൊടുക്കണം. ആ കിട്ടുന്ന എമൗണ്ട് വെച്ചാണ് സർക്കാർ ഈ കാര്യങ്ങളിൽ നക്കാപ്പിച്ചിട്ട് തന്നിട്ട് അത് വലിയ കാര്യം എന്ന രീതിയിലേക്ക് വരുന്നു. പക്ഷെ ഇവിടെയൊന്നും ഇതൊക്കെ മറയായി വെച്ചുകൊണ്ട് എല്ലാം ഡെവലപ്മെന്റ് കൊണ്ടുവന്നു എന്ന് ഒരാളുടെ മുഖം വെച്ച് വെക്കാൻ LDF-ന് സാധിച്ചു. LDF-ന് മാത്രമല്ല, അതിനെ ഈ മാധ്യമങ്ങൾക്ക് അതിനകത്ത് റോളുണ്ട്. മാധ്യമങ്ങൾ ഭരണകൂടത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. മാധ്യമങ്ങൾക്ക് വേണമെങ്കിൽ സത്യം വിളിച്ചു പറയാം, ഇതങ്ങനെയല്ല, ഇങ്ങനെയാണെന്ന് എന്താ പറയാൻ ധൈര്യം വരാത്തത്? ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കേരളത്തിൽ നടന്ന ഏറ്റവും വലിയൊരു ഒരു അസ്വസ്ഥതയായിരുന്നു നമ്മുടെ നാഷണൽ ഹൈവേ ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ട്. ഞാൻ ഇതിനൊക്കെ വ്യത്യസ്തമായിട്ട് കാണുന്ന ഒരാളാണ്. കാരണം കേരളം മുഴുവൻ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് കാസർഗോഡ് വരെ ഒന്ന് പോയിട്ട് വരണമെങ്കിൽ ഏകദേശം നമുക്ക് 1000 രൂപയിലധികം ടോൾ തന്നെ കൊടുക്കണം. എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിനോ സംസ്ഥാന സർക്കാരിനോ ഒരു രീതിയിൽ അഭിമാനിക്കാൻ പറ്റാത്തൊരു പ്രോജക്റ്റാണ് എന്ത്, ഈ നാഷണൽ ഹൈവേ. ഇത് പറയാൻ ഒരു മാധ്യമം തയ്യാറാകുന്നില്ല. കാരണം എൻ്റെ പണം എന്നെ കുത്തിന് പിടിച്ച് മേടിക്കുക. കഴിഞ്ഞ ദിവസം ഒരു ചേട്ടൻ എന്നോട് പറയുകയാണ്, ഇപ്പുറത്തുനിന്ന് കയറി 5 കിലോമീറ്റർ അപ്പുറം മോള് കയറി ഇറങ്ങണം, മേടിക്കുന്ന 145 രൂപയാണ്. അങ്ങനെ ഒരു ശരാശരി മലയാളി ഈ എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് പോയിട്ട് വരണമെങ്കിൽ അവൻ്റെ 2000 രൂപ ടോളായിട്ട് പോകും. ഇത് ഞാനാണ് ഈ റോഡിന് കൊടുക്കുന്നത്. അപ്പോൾ ജനത്തിൻ്റെ കിട്ടേണ്ട അഭിമാനകരമായ നേട്ടങ്ങളെ ജനത്തിന് കിട്ടാതെ അതും കൂടെ തങ്ങളുടെ പോക്കറ്റിലാക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ കാപ്പട്യത്തെ തുറന്നു കാണിക്കുന്നതിന് മാധ്യമങ്ങൾ പരാജയപ്പെടുന്നുണ്ട്. അപ്പം അത് ഈ ഒരു 3-ാം കണ്ണും 4-ാം കണ്ണും ഒക്കെ ആയിരിക്കേണ്ട മാധ്യമങ്ങളുടെ പരാജയമാണ് ഒരു പരിധിവരെ രാഷ്ട്രീയക്കാരുടെ നേട്ടം. അത് ഇപ്പോൾ ഈ ടോൾ എന്ന് പറയുന്ന അതൊരു പകൽക്കൊള്ള തന്നെയാണ്, തീർച്ചയായിട്ടും, എന്താ സംശയം. പക്ഷേ പലപ്പോഴും എനിക്ക് തോന്നുന്നു ജനം സഹിക്കുന്നത്, കാരണം ഒരു പക്ഷേ അവരെ സംബന്ധിച്ചുള്ള ഈ കണ്ട ബ്ലോക്കിലെല്ലാം വണ്ടി നമ്മളിപ്പോൾ ഒരു കാറും കൊണ്ട് ഒരു റോട്ടിൽ കൂടെ ഈ കട്ടറും ഇതൊക്കെയുള്ള റോട്ടിൽ കൂടെ ബ്ലോക്ക് സഹിച്ച് എത്തുന്ന ആ ഒരു സമയത്തുണ്ടാവും നമ്മുടെ ഒരു മാനസികാവസ്ഥ. അത് വെച്ച് നോക്കുമ്പോൾ ഓക്കെ, ഒരു 100 രൂപ കൊടുത്താലും എനിക്കൊന്ന് മര്യാദയ്ക്ക് പോവാലോ എന്നൊരു ചിന്തയായിരിക്കും. പക്ഷേ മലയാളികളെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ ജനത്തെ സംബന്ധിച്ചോളം ഇതിനെതിരെ അധികം സംസാരിക്കാനും പോകുന്നത്. കാരണം പലപ്പോഴും നമുക്കറിയാം, ഇപ്പോൾ ഹൈവേ ആണെങ്കിൽ ഹൈവേയിൽ കയറിയ നേരത്തെ ഒരു 3 മണിക്കൂർ എടുക്കേണ്ട യാത്ര ഇപ്പോൾ 1 മണിക്കൂർ കൊണ്ട് നമുക്ക് ഓടിയെത്താൻ സാധിക്കുന്നുണ്ട്. പിന്നെ അവർക്ക് ഒരു പെട്രോൾ. പക്ഷേ ഇവിടെയെല്ലാം അടിസ്ഥാനപരമായിട്ട് സർക്കാരിൻ്റെ, കാരണം റോഡ് ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു നാടിൻ്റെ വികസനം, അവിടുത്തെ റോഡ്, പാലങ്ങൾ അല്ലെങ്കിൽ മറ്റു കാര്യം ജനങ്ങൾക്ക് എല്ലാ സൗകര്യവും ഒരുക്കി കൊടുക്കാൻ, അതിനുവേണ്ടിയുള്ള നമ്മൾ സർക്കാരിനെ വിജയിപ്പിച്ച് വിടുന്നത്. അത് കൊടുക്കാതെ ഇത്തരത്തിലൊരു ടോൾ എന്ന രീതിയിൽ നിങ്ങൾ നടന്നോ, നിങ്ങൾ പൈസ അടച്ചോ എന്ന രീതിയിലേക്ക്, അതായത് ജനത്തിന്റെ പൈസ മേടിച്ചിട്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത്. എന്നിട്ട് പിന്നെയും ജനത്തെ പിഴിയുക. അപ്പോൾ അതിനകത്തൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ വണ്ടി ഒരു 20 ലക്ഷം രൂപയുടെ വിലയുള്ളൊരു വണ്ടിയുടെ യഥാർത്ഥ വില 10 ലക്ഷം രൂപയുടെ താഴെയാണ്. ബാക്കി മുഴുവൻ GST, CST, സെസ് എന്ന് പറഞ്ഞിട്ട് ബാക്കി മുഴുവൻ വരും. നമ്മളൊരു ബില്ല് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ വണ്ടികൾ മേടിക്കുമ്പോൾ ബില്ല്. എന്നിട്ടും വീണ്ടും എന്ത് ചെയ്യുന്നു, റോഡിന് ടോളും മേടിക്കുക. അത് ഭീകരമായ അവസ്ഥ. എന്നിട്ട് ആ നേട്ടം മുഴുവൻ ആരെടുക്കുന്നത്, ഗവൺമെന്റുകൾ എടുക്കുക. ഞങ്ങൾ കൊണ്ടുവന്ന പാലം, ഈ സംവിധാനത്തെയാണ് ചോദ്യം ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും ഇതിനെ ചോദ്യം ചെയ്യണം. ഇത് ജനങ്ങളുടെയാണ്. ഇതിനെ ഒരിക്കലും ക്രെഡിറ്റ് എടുക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയെ നമ്മൾ അനുവദിക്കേണ്ട ആവശ്യമില്ല. ജനത്തിൻ്റെ അടിസ്ഥാനപരമായ വികസനത്തെ, അവരുടെ നിലനിൽപ്പിൻ്റെ ആവശ്യകത, ഇപ്പം നമ്മൾ ചർച്ച ചെയ്തപോലെ യുവജനങ്ങളുടെ തൊഴിൽ, യുവജനങ്ങളുടെ നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട അതുപോലത്തെ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യാതെ, അല്ലെങ്കിൽ നല്ല ഉന്നത വിദ്യാഭ്യാസം, ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ഇക്കിളി കഥകൾ മാത്രം പറഞ്ഞ് ഈ ജനത്തിൻ്റെ കണ്ണിൽ പൊടിയിട്ട് തട്ടിക്കൂട്ടി അതിൻ്റെ കൂടെ കുറച്ച് മസാല ചേർക്കുന്ന പോലെ കുറച്ച് വർഗീയതയും പറഞ്ഞുകൊണ്ടാണ് ഇപ്രാവശ്യത്തെ ഇലക്ഷന് മുന്നണികൾ നീങ്ങുന്നത്. നമ്മളിപ്പോൾ ഒരു ക്രൈസ്തവ മേഖലയിലേക്ക് വരികയാണെങ്കിൽ, ഒരു ക്രൈസ്തവ കാഴ്ചപ്പാടിൽ നോക്കുകയാണെങ്കിൽ, കേരളത്തിലെ ക്രൈസ്തവ സഭകൾ, കത്തോലിക്ക സഭയും അടക്കം ക്രൈസ്തവ സഭകൾ
ഈ ഒരു സർക്കാരിന് കഴിഞ്ഞ 10 വർഷം, ഞാൻ സർക്കാരിനെ എന്ന് വെച്ചാൽ ക്രൈസ്തവ സഭകൾക്ക് കിട്ടേണ്ട അവകാശങ്ങൾ സർക്കാരിൽ നിന്നാണ് നമുക്ക് കിട്ടേണ്ടത്, പ്രതിപക്ഷത്തിൽ നിന്നോ അല്ലെങ്കിൽ മറ്റൊരു മുന്നണിയിൽ നിന്നല്ല. ക്രൈസ്തവ സഭകൾ എങ്ങനെയായിരിക്കും ഈ ഒരു പിണറായി സർക്കാരിനെ കാണുന്നതും ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നോക്കി കാണുന്നത്? ക്രൈസ്തവ സഭകൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ തന്നെ ഒരു ബിഷപ്പ് ഓൾറെഡി വെടി പൊട്ടിച്ചു. ഒത്തിരിയധികം നന്മകളും വികസനങ്ങളും ഒക്കെ കൊണ്ടുവന്ന ഗവൺമെൻറ് ആണെന്നൊക്കെ പറഞ്ഞ് വെടി പൊട്ടിച്ചു. പക്ഷേ ഒരു ക്രൈസ്തവ വിശ്വാസി എന്ന നിലയിൽ അടിസ്ഥാനപരമായിട്ട് ചിന്തിക്കുമ്പോൾ കഴിഞ്ഞ 10 വർഷത്തെ LDF സർക്കാരും ഒരിക്കലും ക്രൈസ്തവ പക്ഷത്ത് നീതിപൂർവ്വം നിന്നിട്ടുണ്ട് എന്ന് പറയാൻ പറ്റില്ല, ഒരു കാരണവശാലും പറയാൻ പറ്റില്ല. അത് JB കോശി കമ്മീഷൻ തൊട്ടിട്ട് തന്നെ നമ്മൾ എടുത്താലും അങ്ങനെ തന്നെയാണ്. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് തൊട്ടിട്ട്. ഇനി അതും വേണ്ട, ന്യൂനപക്ഷ വകുപ്പ് ഇന്ന് വരെ ഒരു ക്രൈസ്തവ നാമധാരിക്ക് കേരളത്തിൽ കിട്ടിയിട്ടില്ല. ഇപ്രാവശ്യം ഭയങ്കര ബഹളമുണ്ടാക്കി കഴിഞ്ഞിട്ട് അത് ആദ്യം മുഖ്യമന്ത്രി കൈവശം കുറച്ചു കാലം വെച്ചെങ്കിലും ആരും അറിയാതെ ഒരു സുപ്രഭാതത്തിൽ അത് കൊണ്ടുപോയി അപ്പുറം വെച്ചു. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിലെ നിയമനങ്ങൾ, ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൻ്റെ കീഴിലുള്ള മറ്റ് വെൽഫെയർ ബോർഡുകൾ എന്ന് പറഞ്ഞാൽ KSMDFC, അതുപോലെ ന്യൂനപക്ഷ കമ്മീഷൻ, അതിനകത്ത് പോലും ഒരിക്കലും ക്രൈസ്തവ സമൂഹത്തിൻ്റെ, ക്രൈസ്തവ സഭകളുടെ ഒരു അഭിപ്രായം പോലും ഗവൺമെൻറ് തേടിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ ഏറ്റവും അവസാനം പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ മുന്നോക്ക വികസന കോർപ്പറേഷനുണ്ട്, അതിൻ്റെ കീഴിലുള്ളതാണ് നമ്മൾ EW സർട്ടിഫിക്കറ്റൊക്കെ വരുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്പലേറ്റ് ട്രൈബ്യൂണലുണ്ട്, ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ സാറ് കമ്മീഷണർ ചെയർമാനായിട്ടുള്ളത്. അതിനകത്തെ ഒരു നോമിനിയെ നിയമിക്കുന്നതടക്കം ഉള്ള കാര്യങ്ങളിൽ പോലും ഗവൺമെൻറ് ഒരു രീതിയിലുള്ള ക്രൈസ്തവമായ നിലപാടുകളും സ്വീകരിച്ചിട്ടില്ല. അവിടെയെല്ലാം അവരുടെ പാർട്ടിക്കുള്ളിൽ തീവ്ര പാർട്ടിക്കാരായ പേരുകൊണ്ട് ക്രിസ്ത്യാനികളായ ആളുകളെ കയറ്റിവിട്ട് നമ്മളെ തൃപ്തിപ്പെടുത്താൻ ഒരു ശ്രമം നടത്തിയിട്ടുണ്ടെന്നല്ലാതെ ഒരു കാരണവശാലും ഗവൺമെൻറ് ചെയ്തിട്ടില്ല. ഞാൻ EWSന് കേന്ദ്ര മാനദണ്ഡം മാറ്റുന്നതിന് വേണ്ടി കേസ് കൊടുത്തയാളാണ്. അപ്പോൾ അതിനുവേണ്ടി കൊടുത്തപ്പോൾ ഗവൺമെൻറ് എന്ത് സ്ട്രോങ് ആയിട്ട് അതിനെ എതിർത്തതെന്നറിയോ? അതായത് കേന്ദ്രം പറഞ്ഞത് മാറ്റിക്കോളാൻ പറഞ്ഞു, പക്ഷേ ഇവിടെ ഒന്ന് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ് സമ്മതിക്കുന്നില്ല, കണ്ടംപ്റ്റിലാണ്. അവസാനം കോടതി അലക്ഷ്യത്തിന് കോടതി ഉത്തരവിട്ടു, 1 മാസത്തിനുള്ളിൽ അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് എന്നിട്ട് നടപ്പിലാക്കാതെ വന്ന കണ്ടംപ്റ്റ് പ്രൊസീഡിങ്സിൽ ലാസ്റ്റ് ചീഫ് സെക്രട്ടറി കോടതിയിൽ എത്തേണ്ടി വരും എന്ന അവസാന ലാസ്റ്റ് വാണിങ്ങിലാണ് ഇദ്ദേഹം ഈ സർക്കാർ തീരുമാനിക്കുന്ന ആ സാധനം ഒന്ന് ഓർഡറാക്കാൻ. അത്രമാത്രം ക്രൈസ്തവ സമൂഹത്തെ ഒരു പരിധിവരെ ഞെരുക്കിയിട്ടുണ്ട്. മദ്യം ബാറുകൾ 29 എന്നുള്ളടത്ത് ഇപ്പോൾ 1000 ബാറുകളിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. മലയോര പ്രശ്നങ്ങളുടെ റബ്ബറിന്റെ വിലയുടെ ഇടിവ്, ഇതൊക്കെ ക്രൈസ്തവ സമുദായത്തിന് നേരിടുന്ന വെല്ലുവിളികളാണ്. മിഷണറി കൂടുതൽ വിഷയം ഞാനിപ്പോൾ പറയട്ടെ, JB കോശി കമ്മീഷൻ റിപ്പോർട്ട് അത് പാസ്സാക്കി എന്ന് പറയുന്നു, പക്ഷെ അത് ക്രൈസ്തവരെ സംബന്ധിച്ചോളം ഒരു ഉപകാരവും ഈ ഒരു ഇലക്ഷൻ വെച്ച് ഉണ്ടോ? ഒന്നുമില്ല. അവസാന നിമിഷം വരെ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് ഒരാഴ്ച മുമ്പാണ് അവർ ഈ ക്രൈസ്തവ നേതാക്കളെ, പല സംഘടനാ നേതാക്കളെ വിളിച്ചു വരുത്തി അതിൻ്റെ ഒരു കോപ്പി കൊടുക്കുന്നത് തെരഞ്ഞെടുപ്പിന് മുമ്പ്. ഇതാരും നടപ്പിലാക്കും? അതാണ് പ്രശ്നം. ഇനി ഈ പറഞ്ഞ പോലെ ഒരു വിഷയം, അതായത് ക്രൈസ്തവ മതബോധന അധ്യാപകർക്ക് പൈസ ക്യാഷ് കൊടുക്കാന്ന് അതങ്ങോട്ട് തീരുമാനിക്കുകയും ചെയ്തേ. എന്നാൽ ക്രൈസ്തവ KCBC അടക്കം പലവട്ടം ആവർത്തിച്ചു പറഞ്ഞു ഞങ്ങളുമായി ചർച്ച ചെയ്യണം. കാരണം നമുക്കേ അറിയുള്ളൂ എങ്ങനെയാണ് ഒരു കത്തോലിക്ക സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഇവരുടെ ഒരു പള്ളിയിൽ ഒരു മതബോധന സിസ്റ്റം എങ്ങനെ കൊണ്ടുപോകുന്നത്, ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. ഇത് ഒരു JB കോശി കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തതുപോലെ തന്നെയാണ് ക്രൈസ്തവ സഭകളുമായി ചർച്ച ചെയ്യുന്നില്ല, ഇതൊന്നും ചെയ്യുന്നില്ല. അവർ പ്രഖ്യാപിക്കുക ചെയ്തത്, അതായത് മതബോധന അധ്യാപകർക്ക് അതൊരു പേരിന്, സന്യസ്തർക്ക് ഈ പറഞ്ഞതുപോലെ അതൊക്കെ അത് മറ്റൊരു ക്ഷേമ പെൻഷനിൽ അവരും അഗതി മന്ദിരങ്ങൾ കഴിയുന്ന എല്ലാവരും ഉണ്ട്. അതിപ്പോൾ ക്രൈസ്തവ സന്യാസിനി മാത്രമല്ല, ഏതൊരു സന്യാസിനിയായാലും അത് അത്തരത്തിൽ പോകുന്നു. മറ്റ് വിഷയങ്ങളിലൊന്നും ഒരു ചർച്ചയും നടന്നിട്ടില്ല. അടുത്ത വർഷം 3ാം പിണറായി സർക്കാർ അല്ലെങ്കിൽ ആരാ നടപ്പിലാക്കേണ്ടത്? അത് കോശി കമ്മീഷൻ അവിടെ കൊണ്ട് തീർന്നു എന്നുള്ളത് ഉറപ്പാണ്. തീർന്നു. അതൊരു രണ്ടാമത്തെ ഘട്ടം. പിന്നെ ഈ പറഞ്ഞ പോലെ മദ്യനയം അത് ഞാൻ ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ എല്ലാ ക്രൈസ്തവർക്കും അത് സർക്കാരിനെതിരാവുമെന്ന് എനിക്കറിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം, പക്ഷെ എങ്കിൽ കൂടി പറഞ്ഞ കാര്യങ്ങൾ, അതായത് മദ്യ ഉപയോഗം കുറയ്ക്കും. അതായത് ഉമ്മൻചാണ്ടി സർക്കാർ 29ലേക്ക് എത്തിച്ചുല്ലോ. അത് കഴിഞ്ഞ ദിവസം കൂടി നമ്മളിപ്പോൾ ആ ഉമ്മൻചാണ്ടിയുടെ ആ ഒരു വീഡിയോ, അതായത് ബെവ്കോ പവയ്ക്ക് ഇപ്പോൾ 2016 പറഞ്ഞ് പൊങ്ങി വരുന്നുണ്ട്, ബിവറേജ് കോർപ്പറേഷൻ ഘട്ടം ഘട്ടമായി കുറയ്ക്കുമെന്ന് പറഞ്ഞ അദ്ദേഹം പറഞ്ഞൊരു കാര്യം 29ൽ നിന്ന് 1000 എത്തി, 29ൽ നിന്ന് 1000. എത്രത്തോളം ഉയർച്ച ആ ഒരു 10 വർഷം കൊണ്ട് ഡെവലപ്മെന്റ്. എനിക്ക് തോന്നുന്നു ഈ മേഖലയിലേക്കാണ് സർക്കാരിന്റെ ഡെവലപ്മെന്റ് കൂടുതൽ നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ പോലെ കർഷകർ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് റബ്ബർ കർഷകർ, ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം
മലയോര മേഖലയിലുള്ള ക്രൈസ്തവരുടെ പ്രധാന സാമ്പത്തിക സ്രോതസ് റബ്ബറാണ്. ഇത് ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ കമ്മ്യൂണിറ്റി വൈസ് ഒരു ക്രൈസ്തവരെ ദുർബലപ്പെടുത്തുക എന്നതും കൂടി ഈ റബ്ബർ ഇമ്പോർട്ട് ചെയ്യുക വഴി അല്ലെങ്കിൽ റബ്ബറിന്റെ വില ഇടിവ് വഴി ക്രൈസ്തവരെ സംബന്ധിച്ചോളം ഒരു കമ്മ്യൂണിറ്റി ലെവലോ അല്ലെങ്കിൽ സാമ്പത്തികമായി ഒരിക്കലും ഉയരാൻ സാധിക്കില്ല. പലപ്പോഴും ഈ വിദേശത്തേക്ക് പോകുന്നതും മക്കൾ പിള്ളേരൊക്കെ പോകുന്നതും ഇതുകൊണ്ടൊക്കെയാണ്. പലപ്പോഴും നമ്മൾ ഈ മലയോര മേഖല നോക്കി കഴിഞ്ഞാൽ അവരുടെ പിള്ളേരുകൾ എല്ലാവരും വിദേശത്താണ്. കാരണം അവരുടെ പാരൻസ് റബ്ബർ കൃഷിയും ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നല്ല സാമ്പത്തികം ഉണ്ടാക്കി. ഇപ്പൊ അവരുടെ മക്കൾക്ക് ഒരിക്കലും തുടരാൻ പറ്റുന്നില്ല, ലീവ്ലിഹുഡ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അത്തരത്തിൽ അതൊരു ക്രൈസ്തവ മേഖലയെ അസ്ഥിരപ്പെടുത്താനുള്ളതാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. റബ്ബറിന് വിലയിടിവ് അതുകൊണ്ടൊക്കെയാണ് എത്രയൊക്കെ ട്രോൾ കിട്ടിയിട്ടും എത്രയൊക്കെ തെറി ഇട്ടിട്ടും പാമ്പ്ലാനി പിതാവ് ഇപ്പോഴും കഴിഞ്ഞ ആഴ്ചയും കൂടി റബ്ബർ കർഷകർക്ക് ആവർത്തിച്ചു, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇപ്പോഴും പറയുന്നു റബ്ബർ കർഷകരുടെ. കാരണം ക്രൈസ്തവര് റബ്ബർ കർഷകരെ പോയി നമ്മൾ കേരളത്തിന്റെ എല്ലാം ഇത് ഇടുക്കി അല്ലെങ്കിൽ താഴെ മുതൽ നമ്മൾ പിടിക്കുകയാണെങ്കിൽ തിരുവനന്തപുരം തൊട്ട് റബ്ബർ കർഷകർ മൊത്തം ക്രൈസ്തവരാണ്.